എന്താ ഇത്? സ്വാമി കള്ളനാ സ്വാമി, പേരും കള്ളൻ. ഇവൻ രാത്രി ഇറങ്ങി ഞങ്ങളുടെ ചക്കയും തേങ്ങയും മോഷ്ടിക്കുക. വെളുത്തപ്പോ ആൾക്കാര് കയ്യോടെ പിടികൂടി. ഞങ്ങൾ അവിടുന്ന് പിടിച്ചോണ്ട് വരാ അവരെ. മുഖത്തൊരു കളലക്ഷണമുണ്ട്. സ്വാമി കൊറേ കാലം കൊണ്ട് ഇത് തന്നെ തൊഴില്. കള്ളൻ ഇരിക്കണാടില്ലേ? നേരായ വഴികൾ ധാരാളം ഉണ്ടായിട്ടും എന്തിനാണ് ഈ കുറുക്കു വഴികൾ? മേലനങ്ങാതെ കാശുണ്ടാക്കാനാ. പിടി കൂടിയപ്പോ തന്നെ ആവശ്യത്തിന് കിട്ടി. മോഷ്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടിയല്ലേ സ്വാമി? ഇന്നലെ രാത്രിയാണെ മഴയുണ്ടായിരുന്നു. കുറ്റിരിട്ടും മഴയും കല്ലിലും ഉള്ളിലും കൂടി പാമ്പിന്റെ കടി കൊള്ളാതെ മോഷ്ടിക്കാൻ വളരെ പാടുപെട്ടിരിക്കുമല്ലോ. നല്ല ശിക്ഷ കൊടുത്താൽ ഈ കൂട്ടർ പഠിക്കുള്ളൂ. മേലാൽ രാത്രി വന്ന് മോഷ്ടിക്കരുത്. സൂര്യൻ കർമ്മസാക്ഷിയാണ്. സൂര്യനെ ഒളിച്ചു ചെയ്യുന്നതെല്ലാം വെളിച്ചത്ത് വരും. രാത്രി കുറെ അധ്വാനിച്ചതല്ലേ, മോഷ്ടിച്ചതെല്ലാം തിരിച്ചു കൊടുത്തേക്ക്. സ്വാമി ഇങ്ങനെയായ ഇത്തരക്കാർക്ക് പേടി കാണല്ലോ സ്വാമി. പേടിക്കേണ്ടത് അവനവന്റെ മനസാക്ഷിയെയാണ്. ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു നടക്കുന്നവർക്ക് ഒരു ചൂട്ട് കത്തിച്ചു കൊടുത്താൽ നേരെ പോയെന്നവരാ. അതെ, ആ വെളിച്ചം ചിലപ്പോൾ മനസ്സിലും പരക്കും. അങ്ങനെ കർമ്മ വഴിയിൽ വരും. സ്വാമി പറഞ്ഞാലും കാര്യമുണ്ട്. ഇപ്പൊ ക്ഷമിച്ചേക്കല്ലേ? ക്ഷമിക്കണം സ്വാമി, മേലിലുണ്ടാവൂല. തല്ലാനും ശാസിക്കാനുമായിരുന്നു ഇതുവരെ നാട്ടുകാരുടെ മത്സരം. ഇപ്പൊ സ്വാമി ഉണ്ടായി, ഇപ്പോഴാണ് കണ്ണു തെളിഞ്ഞത്. തെളിഞ്ഞ കണ്ണിൽ ഇനി കരട് വീഴാതെ നോക്കണം. പ്രതിഷ്ഠ കഴിഞ്ഞ ക്ഷേത്രം പിന്നാലെ വന്നോളുമെന്ന് സ്വാമി പറഞ്ഞിരുന്നു. ഉദയമായ പിന്നെ പ്രകാശം പരക്കാൻ എത്ര നേരം വേണം? സ്വാമിയുടെ മനസ്സിലെ സങ്കല്പക്ഷേത്രം ഞങ്ങൾ കണ്ടല്ലോ, ദാ ഇവിടെ. ഇനി ക്ഷേത്രം പണിയാൻ ഒരു ശില്പിയെ കൊണ്ടുവരണം. ഈ മലമുകളിൽ അത് പ്രയാസമാണ് സ്വാമി. ശില്പി സമയമാവുമ്പോ വന്നു ചേരും. രാമേശ്വരത്ത് സാക്ഷാൽ ശ്രീരാമൻ പ്രതിഷ്ഠിച്ചതും മഹാദേവന്. ഇവിടെ സ്വാമിയും ശങ്കരനെ തന്നെ. സ്വാമി ഇച്ഛിച്ചാൽ ഏതു ദേവശില്പിയാവരാത്തത്? പരമേശ്വരന്റെ 8 ശരീരങ്ങളല്ലേ ഈ പ്രപഞ്ചം. എല്ലാവർക്കും ഇഷ്ടമേകുന്ന അഷ്ടമൂർത്തി. വിശ്വനാഥനുമാണല്ലോ അദ്ദേഹം. മണ്ണും കുമ്മായും കരുപ്പെട്ടിയും ചേർത്തു മതി ക്ഷേത്ര നിർമ്മാണമെന്ന് സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഉയരത്തിലോ വിസ്താരത്തിലോ അല്ല, വിശ്വാസത്തിലാണ് ക്ഷേത്രങ്ങളുടെ ബലവും മഹത്വവും. ഭാരതമാകെ ആയിരക്കണക്കിന് ശിവക്ഷേത്രങ്ങളുണ്ട്, സ്വയംഭൂവും അല്ലാത്തവയായി. എങ്കിലും നമ്മുടെ ശിവൻ ദിഗംബരൻ മാത്രമല്ല, ഏകലോകമുഖിയുമാണ്. തിരുജടയിൽ സ്നേഹത്തിന്റെ ചന്ദ്രകലയാണ്. മൗലിയിൽ അനുകമ്പ തുളുമ്പുന്ന ഗംഗയും. ആരും കരുതിയിരുന്നില്ല നെയ്യാർ ഇത്ര സൗഭാഗ്യവതിയാണെന്ന്. 30 ദിനങ്ങൾ തന്നെ ധാരാളം. നെയ്യാർ ജലധാര നടത്തുന്ന ശിവസന്നിധി ഉയരാൻ. അതിനു പിന്നാലെ സന്യാസി മഠം, പാഠശാല എല്ലാം വരും. അരുവിപ്പുറം മഹായശസ് നേടും. ശില്പി വരുമെന്ന് ഗുരു പറഞ്ഞു. പണിക്കാരും എത്തി. എങ്ങനെ പണി ആരംഭിക്കും, എങ്ങനെ തുടങ്ങുമെന്ന് ഒരു പിടിയില്ല. ഗുരുവാണെങ്കിൽ നിരന്തര ധ്യാനത്തിലുമാണ്. ഒന്നും അറിയാതെ ഗുരു ഒന്നും പറയില്ല. ആ വാക്ക് പിഴക്കില്ല. ശില്പി വരും.
അതല്ലേ ശില്പി? ദാ ശില്പി. ശില്പി എവിടെ? ശില്പി എത്തിയല്ലോ. ആ വരുന്നു. എന്റെ ആശങ്കയെല്ലാം മാറി. ശിവകൃപ തന്നെ. ദൂരെ എവിടെയോ ഉള്ള ശില്പി. അസാമാന്യം തന്നെ. വൈദ്യരെ പലവട്ടം സ്വകാര്യങ്ങൾ ചോദിച്ചു നോക്കി. പറയണ്ടേ? ഒരു നിമിഷത്തെ വിശ്രമം പോലും ഇല്ല. പിന്നെ അല്ലേ സ്വകാര്യം. ആദ്യം വന്നപ്പോഴേ ചോദിച്ചു പേര് ഊരൊക്കെ. യുവയോഗിയെ കാണാമല്ലോ, നിർവൃത്തി അടയാം, അനുഗ്രഹം തേടണം എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ അറിയാമെന്ന് ഞാൻ വെറുതെ ചോദിച്ചു നോക്കി. അപ്പൊ എന്തോ പറഞ്ഞു? വാസ്തുവിദ്യ, കൽപ്പണി എന്നിവയൊക്കെ അറിയാവുന്നു. എന്റെ അതിശയം അതല്ല, പണിക്കാരുടെ കൂട്ടത്തിൽ ഒരു ഊമയുണ്ട്. പണി തുടങ്ങുമ്പോ വരും, വൈകിട്ട് പണി കഴിയുമ്പോ ആളെ കാണില്ല. കൂലി വാങ്ങാൻ പോലും. ഞാനും അത് ശ്രദ്ധിച്ചു. ഊമയായതുകൊണ്ട് ചോദിച്ചറിയാണെന്ന് നിവൃത്തിയില്ല. സ്വന്തം വീട് പണിയുന്ന ആത്മാർത്ഥത, കഠിനാധ്വാനം. അയാൾ എവിടുത്തുകാരനെന്ന് നമുക്ക് സ്വാമിയോട് തന്നെ ചോദിച്ചാലോ? എന്റെ സംശയം സ്വാമിയുടെ ആളായിരിക്കുമെന്നാ. എന്തായാലും നമുക്ക് സംശയം തീർത്തേക്കാം. ആ ശരി, ഇതാ നോക്ക്. വാക്കുകളിൽ ഗുരുവിനെ സൗമ്യത, പക്ഷെ കർമ്മങ്ങളിൽ അങ്ങനെയല്ല. അഗ്നി തന്നെ, ആളിപതരുന്ന അഗ്നി. ആ വിലയിരുത്തൽ 100% ശരി. എന്തെല്ലാം അനാചാരങ്ങളായിരുന്നു, അന്ധവിശ്വാസങ്ങൾ, അയിത്തം. കുറെ മനസ്സിലായി. ചിലതൊക്കെ വായിച്ചറിഞ്ഞു. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, ഗുരുവും ചതമ്പസ്വാമിയും അയ്യങ്കാളിയും ഒക്കെ ജനിച്ചില്ലായിരുന്നെങ്കിൽ. അക്കാര്യം ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇത്രയും വെളിച്ചം പരന്നിട്ടും ഇരുട്ട് താണ്ടവം തുടരുകയാണ്. ഗുരുവിന്റെ ഓരോ കാൽവെപ്പും കരുതലുതയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഗുരു പോരാട്ടത്തിലിറങ്ങിയതല്ല.
കേരളത്തിന്റെ മനസ്സും ശരീരവും ആദ്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു. രോഗങ്ങൾ പ്രവേശിക്കുന്ന മാർഗങ്ങൾ പഠിച്ചു. പിന്നെ പ്രതിരോധ മരുന്നുകൾ കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് ചികിത്സ തുടങ്ങിയത്. അതുകൊണ്ടാണ് ചികിത്സ പഠിച്ചത്. ജാതിയുടെയും തൊഴിലിന്റെയും സമ്പത്തിന്റെയും പേരിൽ മനുഷ്യരെ വേർതിരിക്കാൻ വേലിക്കെട്ടുകൾ, വിലക്കുകൾ, മേലാളർ, കീഴാളർ, അവർണർ, സവർണർ, അങ്ങനെ എന്തെല്ലാം വാരിക്കുഴികൾ. അതിലൊന്നും വീഴാതെ സഞ്ചരിക്കുക അസാധ്യമായിരുന്നു. He tried to empower the downtrodden. ശരിയാണ്. യോഗിവര്യന്മാർക്കിടയിലെ ഏറ്റവും വലിയ പ്രായോഗികമതിയായിരുന്നു ഗുരു. ആത്മബലമുണ്ടെങ്കിലേ ആയുധവും അറിവും കൊണ്ട് ഫലമുള്ളൂ എന്ന് ഗുരു തിരിച്ചറിഞ്ഞു. മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നല്ലേ? അതെ, ഒരു കാലത്ത് കേരളം അങ്ങനെ ആയിരുന്നു. ദൈവത്തെ പോലും കൊതിപ്പിച്ച സുന്ദരമായ നാട്. ലോകസുന്ദരിക്കും രോഗം ഭരിക്കുമല്ലോ. ഇറ്റ് വാസ് ഫുൾ ഓഫ് ഡാർക്ക്നെസ്. അനാചാരങ്ങളുടെ കാട്ടുകടന്നലുകൾ, ജാതി വിഷവുമായി രാജവെമ്പാലകൾ, ശാപവും ഭയവും ക്രൂരതയും നിറഞ്ഞ നാടായി മാറി. ആ ഇരുട്ടകത്ത് ഗുരു എന്തൊക്കെയാണ് ചെയ്തത്? ഒരു വശത്ത് അനാചാരങ്ങളെ തുരത്തുമ്പോൾ മറുവശത്ത് മറ്റൊരു രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നു. എന്താണ് സ്വാമി അതിന് കാരണം? ഇരുട്ടും വെളിച്ചവും പോലെയാണവ. മാറി മാറി വന്നുകൊണ്ടിരിക്കും. ചരിത്രം അങ്ങനെയാണ്. ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ ഭാരവാഹികൾ സ്വാമിയെ ക്ഷണിക്കാൻ വരുമെന്ന് അറിയാൻ കഴിഞ്ഞു. ശിവലിംഗദാസനോട് തിരക്കിയോ? സ്വാമി എവിടെ ഉണ്ടാകുമെന്ന് ഇന്നലെ രണ്ടുപേരും അന്വേഷിച്ചിരുന്നു. ഏത് ക്ഷേത്രക്കാരാ? മണ്ണന്തല ദേശത്തെ ക്ഷേത്രമെന്നാണ് കേട്ടത്. ആ ക്ഷേത്രത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിരുന്നു? ഉവ്വ്, അവിടെ മുമ്പൊരു ഭദ്രകാളി ക്ഷേത്രം ഉണ്ടായിരുന്നു. അത് പുതുക്കി പണിതെന്നാ കേട്ടത്. പുറം മാത്രം മിനിക്കോ അതോ ആചാരങ്ങളും പുതുക്കിയോ? മുമ്പവിടെ ജന്തുബലി ഉണ്ടായിരുന്നു. ഓ, അങ്ങനെയോ? അപ്പോൾ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇഷ്ടം പോലെ കാണും. അതെ സ്വാമി, ക്ഷേത്രത്തിൽ ആടുമാടുകളെയും കോഴികളെയും ബലിയർപ്പിക്കുമായിരുന്നു. അതാണത്രേ പ്രധാന നേർച്ച. ഓ, അപ്പോ കാളികോപം ഉറപ്പ്. മദ്യവും മാംസവുമായിരുന്നു മറ്റ് നിവേദ്യ വസ്തുക്കൾ. ദേവപ്രീതിക്കെന്ന പേരിൽ എന്തെല്ലാം ക്രൂരതകൾ, അതും മിണ്ടാപ്രാണികളോട്. വിശ്വാസികൾക്ക് എന്താ സ്വാമി അത് ബോധ്യമാകാത്തത്? അതെങ്ങനെ അല്പബുദ്ധികൾക്ക് ബോധ്യമാകും? നല്ല ബുദ്ധിയുള്ളവർ നല്ല ദൈവങ്ങളെയും ഭാഗിച്ചെടുത്തു. വേണ്ടാത്തതൊക്കെ അജ്ഞാനികൾക്ക് നൽകി. ദൈവങ്ങൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ? അറിവിന്റെ പ്രകാശം നൽകിയാലും അത് ഊതിക്കെടുത്തി. മക്കൾ മണ്ടത്തരങ്ങൾ കാട്ടിയാൽ അമ്മ എന്തു ചെയ്യും? അതേ സ്ഥിതിയാണ് ദൈവങ്ങൾക്കും. ഊതിക്കെടുത്തിയ വിളക്കുകൾ കാലം വീണ്ടും തെളിക്കുമെന്ന് മുമ്പൊരിക്കൽ സ്വാമി പറഞ്ഞിട്ടുണ്ട്. കാലഗതി എപ്പോഴും മുന്നോട്ടാണല്ലോ. അതാണ് പ്രതീക്ഷയും പ്രഭാതവും. മഹാഗുരു 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 മഹാ ബൃഹദാകാശത്തോടു സ്വാമി തൊട്ടു നിൽക്കുമോർജസാരം കടലാഴവും കൈതൊഴുമാത്മബോധം പരമപ്രകാശമഖിലം ഗുരുസന്നിധാനം പകരുന്നിനി ശിഷ്യജന്മമേ മണ്ണന്തല ദേശത്ത് നിന്നായിരിക്കും. അതെ, ഞങ്ങൾ പലയിടത്തും സ്വാമി അന്വേഷിച്ചലഞ്ഞു. നാം നാടോടിയെ പോലെയാണ്, സ്ഥിരവാസമില്ല. ഞാൻ ശംഖുമുതലാളി. ഇത് കുഞ്ഞുകൃഷ്ണൻ വാദ്യാരും വേഗശിരയിൽ വേലായുധനും. വന്നതും കണ്ടതും ആനന്ദകരം. ഞങ്ങൾക്ക് ആനന്ദം മാത്രമല്ല, പുണ്യം കിട്ടും. മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നല്ലതെല്ലാം തോന്നും. മണ്ണന്തല ദേശക്കാർ വരുമെന്ന് ഒരു സൂചന കിട്ടിയിരുന്നു.
ഇന്നാ തരപ്പെട്ടത്. ഇന്നലെ വരാനിരുന്നതാ. മുഖം കണ്ടാൽ അറിയാം എന്തോ പറയാനുണ്ടെന്ന്. ഉണ്ട് സ്വാമി, ഞങ്ങളുടെ ക്ഷേത്രകാര്യം. പറഞ്ഞോളൂ, മടിക്കണ്ട. ക്ഷേത്രകാര്യമല്ലേ? നാട്ടുകാരിൽ നിന്ന് ധനം സ്വരൂപിച്ച് ഞങ്ങൾ ഭദ്രകാളി ക്ഷേത്രം പുതുക്കി പണിതു. വാസ്തുവൊക്കെയും നോക്കി. 4 കൊല്ലത്തോളം വേണ്ടി വന്നു പണി തീരാൻ. ഞങ്ങൾക്കും നാട്ടുകാർക്കും വലിയൊരാഗ്രഹമായിരുന്നു. ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായില്ലേ? പിന്നെന്താ? സ്വാമി തന്നെ പ്രതിഷ്ഠ നടത്തണം. ഞങ്ങളുടെ എല്ലാം വലിയ ആഗ്രഹമാ. അത്ര വലിയ ആഗ്രഹമാണോ? ആഗ്രഹം മാത്രമല്ല സ്വാമി, വലിയ പ്രാർത്ഥനയുമാണ്. എങ്കിൽ നാം വരാം. 1064 കുംഭം 22-നാകട്ടെ പ്രതിഷ്ഠ. സ്വാമി, അനുഗ്രഹമായി സ്വാമി, വരം തന്നതുപോലെ. മണ്ണന്തലയിലുണ്ട് ദേവീവാസം. കൃത്യസമയത്ത് എത്താമെന്ന് സ്വാമി ഏറ്റതാണല്ലോ. മുഹൂർത്തമായിട്ടും എന്താ സ്വാമി എത്താത്തത്? ഇനി തീയതി മറന്നാണോ? അങ്ങനെ മറക്കൂ. 1064 ആണ്ട് കുംഭമാസം 22 സ്വാമി പറഞ്ഞത് ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നു. മുഹൂർത്ത സമയത്ത് പ്രതിഷ്ഠ നടന്നില്ലെങ്കിൽ ഭക്തജനകളാകും. ഇപ്പോൾ തന്നെ നമുക്കെതിരായി ചിലരുണ്ട്. സംഗതി നടന്നില്ലെങ്കിൽ ഷോ, നമുക്ക് തലയും മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന എന്റെ ഭയം. ത്രികാലജ്ഞാനിയാണ് സ്വാമി. പിന്നെന്താ നമ്മുടെ ക്ഷേത്രകാരെ ഓർക്കാതെ പോയത്? എനിക്കെന്തോ വല്ലാത്തൊരു ആശങ്കയുണ്ടായിരുന്നു. ഇനി ദേവിക്ക് എന്തെങ്കിലും അനിഷ്ടമായിരിക്കുമോ? നാട്ടുകാര് കയ്യയച്ച് സംഭാവന തന്നു. സ്വാമിയാണ് പ്രതിഷ്ഠ നടത്തുന്നതെന്ന് വിളംബരവും ചെയ്തു. എന്തെങ്കിലും കാരണവശാൽ പ്രതിഷ്ഠ നടന്നില്ലെങ്കിൽ? അശുഭം പറയാതെ ദേവി നമ്മെ കൈവിടുവോ? ഒരിക്കലുമില്ല. എന്റെ മനസ്സ് പറയുന്നു എല്ലാം ശുഭമായി നടക്കുമെന്ന്. ആ, എല്ലാരും പെട്ടെന്ന് വേഗം ആയിക്കോട്ടെ. നമ്മുടെ സ്വാമി. സ്വാമി, പ്രതിഷ്ഠാ മുഹൂർത്തം. സ്വാമി ധ്യാനത്തിലായിരുന്നു. എത്ര വിളിച്ചിട്ടും ഉണർന്നില്ല. ഉണരുകയും വേഗത്തിനിങ്ങോട്ട് തിരിക്കുകയായിരുന്നു.